Hello dears, welcome back to Sala Learning. It's me Sri Bhama SB. അപ്പൊ മക്കളെ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും പ്രശ്നമുള്ള ഒരു ഭാഗമാണ്, എപ്പോഴും എക്സാമിന് നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ഭാഗമാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് അല്ലെ. സോ ഇന്ന് മിസ് വന്നത് അടിപൊളിയായിട്ടുള്ള കുറച്ച് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് ചാപ്റ്ററിലെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ പർട്ടിക്കുലേറ്റ് നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്ന അടിപൊളി ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അതിലെ ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് മിസ് പോവാണ്. ഇതേ പിടിച്ചോ. റീഡ് ദി ഗിവൻ പാസേജസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ ബേസ്ഡ് ഓൺ ദ passages related to the study concept. അപ്പൊ എന്താണ് പാസേജ് വന്നിട്ടുള്ളത്? അവിടെ നിന്ന് തുടങ്ങുകയാണ്. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്കുപൈ സ്പേസ് ആൻഡ് മാസ് matter can be classified into solid, liquid, gas. In solid state, the particle are closely packed to have the very strong force of attraction. Particle can be only vibrate, rotate around fixed position. In liquid state, particle are less closely packed to have strong force of attraction. But less than solids, particle can move throughout the liquid. In gaseous state, the particles are far apart from, and then adeypole v force of attractions aanu adinakathu കാണുന്നത്, and constant random motion ആണെന്ന് പറയുന്നു. അപ്പോൾ gas can be easily compressed, whereas solid liquid are incompressible. ആ ചാപ്റ്ററിൽ മൊത്തത്തിൽ പറഞ്ഞ എല്ലാ കാര്യം സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റും ഗ്യാസ് സ്റ്റേറ്റിനെ പറ്റിയൊക്കെ നമ്മൾ അതിൽ പറയുന്നുണ്ട്. ഇനി എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. നമ്മളിപ്പോ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് എന്താ ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. വെൻ ലിക്വിഡ് ചേഞ്ചസ് ടു വേപ്പർ ദ പ്രോസസ് ഈസ് കോൾഡ്. ലിക്വിഡ് വേപ്പർ ആയിട്ട് മാറുക, ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുക എന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പേര് പറഞ്ഞിട്ടാണ് മക്കളെ വിളിച്ചത്? അതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇവാപ്പറേഷൻ അല്ലെ. ഇവാപ്പറേഷൻ എന്താണ് ഇവാപ്പറേഷൻ? ഇപ്പൊ നമ്മൾ ഒരു ഡ്രസ്സ് അയലത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് പിറ്റേടെ ആകുമ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടില്ലേ? വെറ്റായിട്ട് കിടക്കുന്ന മഴയത്തൊക്കെ നനഞ്ഞ ക്ലോത്ത് എടുത്ത് നമ്മൾ നല്ല വെയിലുള്ള പുറത്ത്, സമ്മർ സീസൺ ആണെങ്കിൽ പുറത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടില്ലേ? അവിടെ എന്താ സംഭവിക്കുന്നത്? ഉള്ള വെള്ളം ഗ്യാസ് ആയിട്ട് മുകളിലോട്ട് പോവുക, സ്റ്റീം ആയിട്ട് അല്ലെങ്കിൽ നീരാവി ആയിട്ട് വേപ്പർ ആയിട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇവാപ്പറേഷൻ. ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള സീകളിലൊക്കെ അല്ലെങ്കിൽ സീ അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ എന്താ സംഭവിക്കുന്നത്? ഈ സൺലൈറ്റ് ഇട്ടിട്ട് ആ സൺലൈറ്റിന്റെ ചൂട് കാരണം അത് എന്ത് ചെയ്തിട്ട് പോവാണ്? ഗ്യാസ് സ്റ്റേറ്റിലോട്ട് പോവാണ് ചെയ്യുന്നത്. സോ അതാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇവൻ നിങ്ങൾ വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഫ്ലോർ തുടയ്ക്കുന്ന സമയത്ത് അവിടെ എന്തായാലും വെള്ളം ഉണ്ടായിരിക്കും അല്ലെ. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞാൽ വെള്ളം എങ്ങോട്ടേക്കാ പോകുന്നത്? വാനിഷ് ആയി പോവാണോ? പോകുന്ന വാനിഷ് എന്ന് പറയുന്നത് ഗ്യാസ് സ്റ്റേറ്റിലോട്ട് പോവാണ്. സോ LG എന്ന് പഠിച്ചു വെക്കാം. ലിക്വിഡിന് ഗ്യാസ് സ്റ്റേറ്റിലോട്ട് പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇവാപ്പറേഷൻ. Next, a substance melted at 5 degrees Celsius and boiled at 150 degrees Celsius. What will be the physical state at room temperature എന്ന് ചോദിച്ചിട്ടുണ്ട്. 5 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് മെൽറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ ബോയിൽ ചെയ്യുന്നത് 150 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ട കാര്യം മെൽറ്റിംഗ് പോയിന്റിനെ പറ്റിയും ബോയിലിംഗ് പോയിന്റിനെ പറ്റിയാണ് അല്ലെ. മെൽറ്റ് ചെയ്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താടാ? മെൽറ്റായി. ഇപ്പൊ ഞാൻ ഐസ് മെൽറ്റ് ആയി എന്ന് ഞാൻ എപ്പോഴാ പറയാ? സോളിഡ് ആയിട്ടുള്ള സാധനം ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്ന ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ മെൽറ്റായി, അല്ലെങ്കിൽ ആ ഒരു മിനിമം ടെമ്പറേച്ചറിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് വിളിച്ചത് അല്ലെ. ഓർമ്മയില്ലേ? എന്നുവെച്ചാൽ വാട്ടർ ആയി മാറുക. ഇപ്പോ ഐസ് ആയിട്ടുള്ള സാധനം വെള്ളമായിട്ട് മാറുക. അപ്പോഴാണ് ഞാൻ മെൽറ്റ് ചെയ്തു പറയാ. നിങ്ങൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആലോചിച്ച് നോക്കുക, അത് മെൽറ്റ് ആയി എപ്പോഴാണ് നിങ്ങൾ പറയാ? ആ കട്ടയായിട്ടുള്ള സോളിഡ് ആയിട്ട് നിന്നിരുന്ന നമ്മുടെ ഐസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഐസ്ക്രീം വെള്ളമായിട്ട് മാറുന്ന സമയത്ത് അല്ലെ. അതാണ് 5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. എന്നാൽ ബോയിൽ ചെയ്യുന്നതോ 150 ഡിഗ്രി സെൽഷ്യസിലാണ്. നല്ല ടെമ്പറേച്ചർ കൊടുത്തിട്ടാണ് ഇത് ബോയിൽ ചെയ്യുന്നത് അല്ലെ. സോ റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 25 ഡിഗ്രി സെൽഷ്യസ് ആണ് നോർമലി ഉള്ള റൂം ടെമ്പറേച്ചർ പറയുകയാണെങ്കിൽ. അപ്പൊ ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ മെൽറ്റിംഗ് പോയിന്റ് 5 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് 150 ഡിഗ്രി സെൽഷ്യസ്. എന്താ മക്കളെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ വെള്ളം നമ്മൾ ചൂടാക്കാന്ന് വിചാരിച്ചോ, വാട്ടർ ഹീറ്റ് ചെയ്യാണെന്ന് വിചാരിച്ചോ. വാട്ടർ ഇപ്പൊ ഒരു ചായ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ വെള്ളം ചൂടായിരുന്നു നമ്മൾ എപ്പോഴാ പറയാ? ആ വെള്ളം ബിളുബിളും സൗണ്ട് ഒക്കെ ഉണ്ടാക്കി ഗ്യാസ് ആയിട്ട് മാറുന്ന കാണുമ്പോഴല്ലേ, എന്ന് വെച്ചാൽ സ്റ്റീം ആയിട്ട് നീരാവി ആയിട്ട് പോകുന്ന കാണുമ്പോഴല്ലേ നമ്മൾ പറയാ ആ വെള്ളം തിളച്ചു. ആ ഒരു തിളയ്ക്കുന്ന ഒരു ടെമ്പറേച്ചർ ഇല്ലടാ, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലോട്ട് മാറുന്ന ഒരു മിനിമം ടെമ്പറേച്ചർ ഇല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ്. ബോയിൽ ചെയ്തു, തിളച്ചു എന്ന് നമ്മൾ പറയുന്നത് ആ ഒരു ടെമ്പറേച്ചർ എത്തുമ്പോഴാണ് അല്ലെ. ചായ ജസ്റ്റ് തിളച്ചു തുടങ്ങുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ ആ ബോയിലിംഗ് പോയിന്റ് എത്തി പറയാം. പിന്നെ അങ്ങോട്ടേക്ക് ഇത് തിളച്ചോണ്ടേയിരിക്കും അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ബോയിലിംഗ് പോയിന്റ് 150 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നു. റെഡി അല്ലേടാ? സെറ്റ് അല്ലേ? അപ്പൊ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോവാണ്.
Ria was playing at the beach, pilling up that build a castle. She noticed that while sand could shape into pile and water she poured from bucket followed by flowed and spread. At home, she dissolved sugar in water and found it disappear but made the water sweet. Ria wondered why sand could be peeled out and water couldn't. And why sugar vanished in water but was still present. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന പരിപാടിയാണല്ലേ, നമ്മളിങ്ങനെ പലപ്പോഴും ഇതുപോലത്തുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാണ്. അപ്പൊ റിയ ഇതുപോലെ ചെയ്തപ്പോൾ റിയയ്ക്ക് വന്ന ഡൗട്ടാണ്. അതിലുള്ള ക്വസ്റ്റ്യൻ എന്താന്ന് നമുക്ക് നോക്കാം. വൈ ക്യാൻ റിയ പൈൽ സാൻഡ് ബട്ട് നോട്ട് വാട്ടർ എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് മക്കളെ ഈ സാൻഡ് അല്ലാണ്ട് വാട്ടർ ആയിട്ട് മാറാനുള്ള റീസൺ? കാരണം സാൻഡ് ക്യാൻ ബി പൈൽ ബിക്കോസ് ഇറ്റ് പാർട്ടിക്കിൾസ് ആർ ടൈറ്റ്ലി പാക്ഡ് വിത്ത് എ സ്ട്രോങ് ഇന്റർ പാർട്ടിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഗിവിംഗ് അറ്റ് എ ഫിക്സഡ് ഷേപ്പ്. സാൻഡ്, നമ്മുടെ മണല് എന്ന് പറയുന്ന സാധനം ഫിക്സഡ് ഷേപ്പിൽ നിൽക്കുന്ന ഒരു സാധനമല്ലേ, അതിന്റെ ഷേപ്പ് മാറുന്നുണ്ടോ? ഇപ്പം സോയില്, സാൻഡ്, ഇതൊക്കെ എന്താണ്? ഫിക്സഡ് ഷേപ്പുള്ള ഒരു സാധനമാണ് അല്ലേ. മണല് നമുക്ക് അറിയുന്ന സാധനമാണ്, സോളിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന സാധനമാണ്. അപ്പോ വാട്ടർ എന്ന് പറയുന്നതോ ഫ്ലോ ചെയ്യുന്ന ആളാണ്, അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിങ്ങനെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വാട്ടർ. സോ വാട്ടർ ഫ്ലോസ് ആസ് ഇറ്റ്സ് പാർട്ടിക്കിൾ ഈസ് ലൂസ്ലി പാക്ഡ് വിത്ത് എ വീക്കർ ഫോഴ്സ് ടേക്കിംഗ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. അപ്പൊ വാട്ടറിന്റെ കേസ് പറയുകയാണെങ്കിൽ വാട്ടറിന് പ്രത്യേകിച്ച് അങ്ങനെ ഷേപ്പ് ഒന്നുമില്ല. ഇതിലെടുത്താൽ ഇതിന്റെ ഷേപ്പ്, ഗ്ലാസ്സിലെടുത്താൽ ഗ്ലാസിന്റെ ഷേപ്പ്, ബക്കറ്റിലെടുത്താൽ ബക്കറ്റിന്റെ ഷേപ്പ് അല്ലേ. അതിന്റെ പാർട്ടിക്കിൾസ് വരയ്ക്കാനും സിമ്പിളാ. കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്ത് വരച്ചു കഴിഞ്ഞാൽ ഇത് ലിക്വിഡ് സ്റ്റേറ്റ് ആയി. അതേ സമയത്ത് ടൈറ്റ് ആയിട്ട് നമ്മൾ ഒന്നിച്ച് ടൈറ്റ്ലി പാക്ക് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായി? ഇത് സോളിഡ് സ്റ്റേറ്റ് അല്ലേ, സോളിഡ് സ്റ്റേറ്റ് ആണ്. ഇതാണ് നമ്മുടെ സാൻഡ്. സാൻഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്ന സോളിഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള സാധനമാണ്. സോ അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഒക്കെ എന്താണ്? ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പ് ഒക്കെ ഉള്ള ആളാണ് അവൻ. എന്നാൽ വാട്ടർ എന്ന് പറയുന്ന ആ ലിക്വിഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇന്റർ പാർട്ടിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇവനെ അപേക്ഷിച്ച് കുറച്ച് കുറവുമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വൈ ഡു ഷുഗർ ഡിസപ്പിയർ ഇൻ വാട്ടർ ബട്ട് സ്റ്റിൽ മേക്ക് ഇറ്റ് സ്വീറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ഷുഗർ എപ്പോഴും വെള്ളത്തിൽ ഡിസപ്പിയർ ആവാറുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് ടേസ്റ്റ് വരാറുണ്ട്? സ്വീറ്റ് ടേസ്റ്റ് ഫീൽ ചെയ്യാറുണ്ട് ഇല്ലേ. നമ്മൾ ലൈം ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആദ്യം തന്നെ വാട്ടറിലോട്ട് ഷുഗർ ആഡ് ചെയ്യും. വൈ? എന്താ ഷുഗർ ആഡ് ചെയ്യാനുള്ള റീസൺ? നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഷുഗർ എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് ഇതിനകത്ത് കാണുന്ന ഇന്റർ പാർട്ടിക്കിൾസിനകത്ത് ഇങ്ങനെ പോയി സെറ്റ് ആവാണ് ചെയ്യുക അല്ലേ. നോക്കൂ, ഷുഗർ ഡിസോൾവ് ഇൻ വാട്ടർ ബ്രേക്കിംഗ് ഇൻ ടു ടൈനി പാർട്ടിക്കിൾ ദാറ്റ് സ്പ്രെഡ് എമംഗ് ദ വാട്ടർ പാർട്ടിക്കിൾ ബിക്കമിംഗ് ഇൻവിസിബിൾ. ദ സ്വീറ്റ് ടേസ്റ്റ് ഷോസ് ഷുഗർ പാർട്ടിക്കിൾ ആർ സ്റ്റിൽ പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ. അപ്പൊ ഈ വാട്ടറിനകത്ത് ഏകദേശം ഇങ്ങനെയൊക്കെയല്ലേ വാട്ടറിന്റെ മോളിക്യൂൾസ് ഉണ്ടാവാടെ മക്കളെ. അതിനകത്തുള്ള സ്പേസിലോട്ടൊക്കെ നമ്മുടെ ഷുഗർ പാർട്ടിക്കിൾസ് കയറി ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ ഈ പറഞ്ഞ പോലെ ടൈനി പാർട്ടിക്കിൾസ് ഒക്കെ അതിനകത്ത് സെറ്റിൽ ചെയ്ത് ഒരു ഇന്റർ പാർട്ടിക്കിൾ സ്പേസ് ഒക്കെ സെറ്റ് ആക്കി റെഡി ആക്കി വെച്ചിട്ടാണ് ഷുഗർ എന്ത് ചെയ്യുന്നത്? അതിനകത്ത് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും ഷുഗർ ഇതിൽ ഡിസോൾവ് ചെയ്യാണ് ചെയ്തത്, ലയിക്കുകയാണ് ചെയ്തത് അല്ലേ. അത് കാണുന്നില്ലാന്നേ ഉള്ളൂ, പക്ഷെ ആൾ അതിനകത്തുണ്ട്, നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ പഞ്ചസാര വെള്ളം എടുത്ത് ടേസ്റ്റ് ചെയ്യുമ്പോൾ പഞ്ചസാരയുടെ ടേസ്റ്റ് വരുന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. Next, how do interparticle force and spacing in sand water explain their different behaviors എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ സോളിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന സാൻഡിനെ ഞാൻ പറയുകയാണെങ്കിൽ എന്താ മക്കളെ ഈ സാൻഡിന്റെ കേസിൽ വരുന്നത്? ഞാൻ മുമ്പ് ഡീറ്റെയിലിംഗ് ആയിട്ട് വരച്ചു അല്ലേ. ഇവരുടെ പാർട്ടിക്കിൾസ് പറഞ്ഞാൽ അത്രയും അടുത്തടുത്ത് നിൽക്കുന്നതാണ്. സോ അതിനെന്ത് പറയാൻ പറ്റും? ഇന്റർ പാർട്ടിക്കിൾ സ്പേസ് ഉണ്ടോ ചോദിച്ചാൽ തീരെയില്ല, മിനിമം ആണ് അല്ലേ. സാൻഡ് സോളിഡ് സ്റ്റേറ്റ് ടൈറ്റ്ലി പാക്ഡ് പാർട്ടിക്കിൾ വിത്ത് സ്ട്രോങ് ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ്. അവർ തമ്മിലുള്ള ഫോഴ്സ് പറഞ്ഞാൽ അത്രയും ഡീപ്പാ. കാര്യം എന്താ? ഇത്ര അടുത്തല്ലേടാ നിൽക്കുന്നത്. ഇപ്പൊ എന്റെ അടുത്തൊരാൾ വന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് അള്ളി പിടിച്ചല്ലേ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. അപ്പൊ ഞാൻ എന്താ ഭയങ്കരമായിട്ട് അയാളായിട്ട് അട്രാക്റ്റ് ആയിട്ടല്ലേ നിൽക്കുന്നേ. അതുപോലെ ഈ പാർട്ടിക്കിൾസ് ആൻഡ് അതേപോലെ ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്, അലോയിങ് പില്ലിങ്. എന്നാൽ വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റ് കാണുന്ന ഒരാളാണ് അല്ലേ. അപ്പൊ കുറച്ചും കൂടി നമ്മൾ ഗ്യാപ്പ് അവന് ഇട്ട് കൊടുക്കുന്നുണ്ട് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് വരുമ്പോ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇത് ലിക്വിഡ് സ്റ്റേറ്റ് ആയി. അപ്പൊ നോക്ക്, അവർ ലൂസ്ലി പാക്ഡ് ആണ്. മറ്റേനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ അവർ ഫ്രീ ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫ്രീ ആയിട്ടല്ലേ ഇപ്പൊ ക്ലാസ് എടുക്കുന്നത്. ഒരു 10 പേര് എന്നെ ഇവിടെ കുത്തിക്കയറ്റി വെക്കുന്ന പോലെയാണോ? ഇപ്പൊ ഞാനല്ല. 10 പേര് കുത്തിക്കയറ്റി വെച്ചാൽ സോളിഡ് സ്റ്റേറ്റ് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കും, നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അതുപോലെ ഇന്റർ പാർട്ടിക്കൽ സ്പേസ് ഒക്കെ കുറവാണ്. പക്ഷെ ഞാൻ കുറച്ചുപേരൊക്കെ മാറ്റി നിർത്തി ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റ് ആയി. കാരണം എന്താ വെച്ചാൽ ഇന്റർ പാർട്ടിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കുറവാവുകയും ചെയ്തു, അതുപോലെ കുറച്ച് സ്പേസ് കൂടുതൽ കിട്ടി. പാർട്ടിക്കിൾസ് ഇടയിൽ നമുക്ക് കുറച്ച് സ്പേസും ഉണ്ട്, അതുകൊണ്ട് ഫ്ലോ ചെയ്യാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് അല്ലേ. And will weaker force letting them and move freely to take container shape. The larger interparticle spacing in water compared to the sand allow the flow, unlike sand rigid structure. Sand എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള
സൈസ് ഷേപ്പാണ് അല്ലെ. സാൻഡിന് ഇന്ന് നോക്കിയിട്ട് മറ്റന്ന് നോക്കുമ്പോൾ വേറെ കളറിലോ അല്ലെങ്കിൽ സോറി വേറെ കളറെന്നല്ല, വേറെ എന്താ പറയാ ഈ പറഞ്ഞ പോലെ ഷേപ്പിലൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പ് തന്നെയാണ് സാൻഡിന് ഉള്ളത് അല്ലെ. അതേസമയം വാട്ടറിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് മാറ്റാൻ പറ്റും. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ എന്റെ മക്കൾ അടിപൊളിയായിട്ടാണ് ഈ ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം, പഠിക്കണം. കാര്യം എന്താ വെച്ചാൽ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. സോ അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റായിട്ട് പഠിക്കുക. ഇതുപോലെയുള്ള ബാക്കി ക്വസ്റ്റ്യൻസുകളായിട്ട് ഇനിയും മിസ് വരും. അതുവരേക്കും ബൈ ബൈ, സീ യു ഡിയേഴ്സ്, ബൈ ബൈ.